KSRTC നഷ്ടത്തിൽ എക്കാലത്തും സർക്കാരിന്റെ വാദം ഇതാണ്. എന്നാൽ പുതിയ മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ ചാർജ് എടുത്തതോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ KSRTCയിൽ സംഭവിക്കുമെന്ന് തന്നെ ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. സർക്കാരിന്റെ തട്ടിപ്പുകളെല്ലാം തന്നെ പൊളിച്ചടക്കും എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഏതായാലും KSRTCയെ നന്നാകാത്തതല്ല, നന്നാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പലതരത്തിലും പല മാറ്റങ്ങളും KSRTCയിൽ കൊണ്ടുവരാനായിട്ട് മന്ത്രി KB ഗണേഷ് കുമാർ ശ്രമിക്കും. KSRTCയെ പൂർണ്ണമായും ഈ ഒരു ദാരിദ്ര്യ കയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ സാധിച്ചില്ലെങ്കിലും ഒരു വിധത്തിൽ KSRTCയെ രക്ഷിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഉറപ്പും KB ഗണേഷ് കുമാർ തന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് KB ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രിയിൽ ജനങ്ങൾക്കുള്ളത്. ഏതായാലും പക്ഷേ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ KSRTC നന്നാകാത്തതല്ല, സത്യം പറഞ്ഞാൽ നന്നാകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശമ്പളത്തിന് പോലും വകയില്ലാതെ നട്ടം തിരിയുന്ന KSRTCയെ പ്രതിസന്ധിയിലാക്കി ഭരണകക്ഷിയുടെ തന്നെ തൊഴിലാളി യൂണിയനായ CITUവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നടത്തിയ സമരത്തിനെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ്. ജീവനക്കാർ നടത്തിയ പ്രതിഷേധം കാരണം ഇന്നലെ കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നുള്ള 8 സർവീസുകളാണ് തടസ്സപ്പെട്ടത്. ഇതുമൂലം കരുനാഗപ്പള്ളി ഡിപ്പോയ്ക്ക് 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതെല്ലാം തന്നെ എന്ത് കാരണത്താലാണ് ഭരിക്കുന്ന മന്ത്രിയുടെ തലയിലേക്ക് അല്ലെങ്കിൽ KSRTC മൊത്തം വകുപ്പിന്റെ തലയിലേക്ക് കൊണ്ട് ചുമത്താൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കാത്തത്. സ്വന്തം ഭരിക്കുന്ന തങ്ങളുടെ പാർട്ടിയിലുള്ള അവർക്ക് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ ചില തൊഴിലാളി വർഗ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുത്തൂർ വഴി കൊട്ടാരക്കര, തെക്കുംഭാഗം വഴി കൊല്ലം, കൊല്ലം വഴി കൊട്ടാരക്കര, പടപ്പനാൽ ബൈ റൂട്ട്, ആലുംകടവ് ബൈ റൂട്ട്, തോപ്പുംപടി വെസ്റ്റിബൂൾ, പതാരം ബൈ റൂട്ട് എന്നീ ബസ്സുകളിലെ 16 ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുത്തതുമൂലം ജീവനക്കാരില്ലാത്തതിനെ തുടർന്ന് 8 സർവീസുകൾ ഇത്തരത്തിൽ റദ്ദാക്കേണ്ടി വന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചത്. KSRTCയെ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രനെ പങ്കെടുപ്പിച്ചാണ് ഈ ഒരു ധർണ നടത്തിയത്. ജീവനക്കാരുടെ ക്ഷാമം മൂലം സർവീസുകൾ നടത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ കൂട്ടായി ജീവനക്കാർ സർവീസ് മുടക്കി യൂണിയൻ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ KSRTC ഒരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനൊക്കെ കടുത്ത രീതിയിൽ തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കണം, അല്ലെങ്കിൽ കടുത്ത രീതിയിൽ തന്നെ ഇവർക്കെതിരെ വിമർശനം ഉന്നയിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എങ്ങനെയെങ്കിലും കര കയറ്റാനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ യൂണിയനുകളുടെ ഭാഗത്ത് നിന്ന് വളരെ അഹങ്കാരപൂർവ്വമായിട്ടുള്ള ഇത്തരം നടപടികൾ ഒരു തരത്തിലും അംഗീകരിച്ച് നൽകാൻ സാധിക്കാത്തതാണ്. KSRTCയുടെ നിലവിലെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുമെന്നും അതിന് കർശന നടപടി സ്വീകരിക്കുമെന്നും പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഡിപ്പാർട്ട്മെന്റിന് വരുമാന നഷ്ടമുണ്ടാക്കി ട്രിപ്പ് മുടക്കി സമരം നടത്തിയത്. ട്രിപ്പ് മുടക്കിയത് സംബന്ധിച്ച് കൊല്ലത്ത് നിന്നെത്തിയ സ്ക്വാഡ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതിസന്ധിയിൽ കഴിയുന്ന KSRTCയെ പ്രതികൂലമായി ബാധിക്കുന്ന CITU നടപടിക്കെതിരെ മറ്റ് യൂണിയനുകളും ശക്തമായ പ്രതിഷേധത്തിലാണ്. മാത്രവുമല്ല, മന്ത്രിയുടെ വാക്കിനൊക്കെ വെറും പുല്ലുവില മാത്രം കൽപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ യൂണിയനുകൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. അത് പറയാം. ഗതാഗത വകുപ്പാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. വകുപ്പ് പ്രഖ്യാപിച്ച ശേഷം അതിനെക്കുറിച്ച് വിശദമായി പറയാം. ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്.